وروي أن موسى عليه السلام ناجى ربه فقال إلهي هل أكرمت أحدا مثل ما أكرمتني حيث أسمعتني كلامك. ഒരു നിവേദനത്തിൽ കാണാം, മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവുമായി സംഭാഷണം ചെയ്യുന്നതിനിടയിൽ ചോദിച്ചു, അല്ലാഹുവേ, നിന്റെ സംസാരം നീ എന്നെ കേൾപ്പിച്ചപ്പോൾ നീ എന്നെ ബഹുമാനിച്ചതുപോലെ മറ്റാരെയെങ്കിലും ബഹുമാനിച്ചിട്ടുണ്ടോ? ഖാലല്ലാഹു തആല യാ മൂസ ഇന്ന ലീ ഇബാദൻ ഉഖ്രിജുഹും ഫീ ആഖിരിസ് സമാൻ ഫഉക്രിമുഹും ബിശഹ്രി റമളാൻ വഅന അകൂനു അഖറബ ഇലൈഹിം മിൻക. മൂസാ നബി അലൈഹിസ്സലാമയോട് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്, ഓ മൂസാ പ്രവാചകരെ, എനിക്ക് കുറെ ദാസന്മാരുണ്ട്. അവർ നാളെ ലോകാവസാനത്തോടനുബന്ധിച്ചായിരിക്കും വരിക. അവർക്ക് ഞാൻ റമളാൻ മാസം കൊടുത്തുകൊണ്ട് ബഹുമാനിച്ചിരിക്കുകയാണ്. താങ്കളെക്കാൾ അവരിലേക്ക് ഞാൻ അടുപ്പമുള്ള വ്യക്തിയാണ്. ഫഇന്നി കല്ലംതുക വബൈനി വബൈനക 70,000 ഹിജാബ്. ഞാൻ താങ്കളുമായിട്ട് സംസാരിച്ചപ്പോൾ എന്റെയും താങ്കളുടെയും ഇടയിൽ 70,000 മറയുണ്ടായിരുന്നു. ഫൈദാ സോമത്തു ഉമ്മത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബിയല്ലത്ത് ശഫാഹുഹും വസ്ഫറത്ത് അൽവാനുഹും അർഫഉ തിൽകൽ ഹുജ്ബ വഖ്തൽ ഇഫ്താർ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം നോമ്പ് പിടിച്ച് അവരുടെ ചുണ്ടുകൾ വെളുക്കുകയും അവരുടെ നിറവ്യത്യാസമാവുകയും ചെയ്യുമ്പോൾ അവർ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ ഈ മറയെ ഞാനങ്ങ് ഉയർത്തിക്കളയും. യാ മൂസാ തൂബാ ലിമൻ അതിശ കബ്ദുഹു വജാഅ ബത്നുഹു ഫീ റമളാൻ. ഓ മൂസാ പ്രവാചകരെ, റമളാൻ മാസത്തിൽ ദാഹപരവേശനാവുകയും വയർ വിശന്നിരിക്കുകയും ചെയ്യുന്ന വ്യക്തിക്കാകുന്നു സർവമംഗളവും. ഫലാ ഉജാസിഹിം ദൂന ലിഖാഇ. അങ്ങനെ നോമ്പ് പിടിച്ച അവർക്ക് എന്റെ ദർശനമാണ് ഞാൻ അവർക്ക് നൽകുന്നത്.